So hi, ഞാൻ അപ്പൊ ഇന്നലെ ഇട്ട വീഡിയോ കണ്ടിട്ട് ഇന്നും വീണ്ടും ഒരു വീഡിയോ ഇടുന്ന സമയത്ത് അത് കാണാൻ നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ പറയുന്ന കാര്യങ്ങൾ സം ഓർ അതർ വേ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇമ്പാക്ട് ആ വീഡിയോസോ അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ്സോ തരുന്നുണ്ടാവും. സോ എന്നെങ്കിലും നമ്മളൊരു വലിയ യൂട്യൂബ് ചാനലായിട്ട് മാറുന്ന സമയത്ത് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് 1 മണിക്കൂറിൽ 100 വ്യൂസ് ആണ് പോയത്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, പക്ഷേ ഇത്രയേ പോയുള്ളൂ, ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി വ്യൂസ് ഒക്കെ ഉണ്ടാവുന്നു. പക്ഷെ എനിക്ക് ആ 100 വ്യൂസ് എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇമാജിൻ, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണുന്നത് കൊണ്ടാണ്, ഓൺലൈനിൽ നോക്കുന്നതുകൊണ്ടാണ് 100 എന്നുള്ള നമ്പർ ഒരു വലിയ നമ്പറായിട്ട് തോന്നാത്തത്. ഞാൻ ഇപ്പൊ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ അതിന് എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു റൂമിൽ ഒരു 100 പേരുള്ള ഒരു റൂമിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ആ 100 പേര് മാറ്റർ അല്ലേ. സോ നിങ്ങൾ എല്ലാവരും എനിക്ക് മാറ്റർ ആണ്. സോ എന്നെങ്കിലും ഞാനൊരു വലിയ യൂട്യൂബ് ചാനലായിട്ട് മാറുന്ന സമയത്ത് ഐ വിൽ ബി സോ താങ്ക്ഫുൾ. ഞാൻ എന്നും എന്നും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. കാരണം എൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് ഏറ്റവും പ്രിയപ്പെട്ട നിന്നോടിലെ മിഴി എന്നുള്ളൊരു ക്യാരക്ടറിനെ കുറിച്ചാണ്. അപ്പം അതിഥി ഇസ് ഗുഡ് ബട്ട് മിഴി റിയലി സ്റ്റോൾ അവർ ഹാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടും മെസ്സേജ് ചെയ്തിട്ടൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ബുക്ക് എഴുതുമ്പം തന്നെ മിഴി എന്നുള്ള ക്യാരക്ടർ ഒരുപാട് ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവുന്ന ഒരാളായിരിക്കും മിഴി എന്നുള്ള ഒരു ഐഡിയ എനിക്ക് ഏകദേശം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മിഴി എങ്ങനെ വന്നു, അല്ലെങ്കിൽ മിഴിയുടെ ക്യാരക്ടർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, എന്തൊക്കെ എലമെന്റ്സ് ആണ് മിഴിയിൽ ഞാൻ ആഡ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, സോ ആദ്യം തന്നെ ശരണിന്റെ പാർട്ടിയിലാണല്ലോ മിഴി വരുന്നത്. അപ്പൊ അതിഥിയെ ശരൺ വിട്ടു പോവണമെങ്കിൽ, അല്ലെങ്കിൽ അതിഥിയെ മാറ്റി നിർത്തി ഒരു പെൺകുട്ടിയെ ശരൺ ചൂസ് ചെയ്യണമെങ്കിൽ ആ പെൺകുട്ടി എന്ന് പറയുന്നത് അത്രയ്ക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സംവെയർ അതിഥിക്ക് മേലെ എന്ന് പറയാൻ കമ്പയർ ചെയ്യുന്നില്ല, പക്ഷെ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ ഉള്ള ഒരാളായിരിക്കണം എന്നുള്ള കാര്യം ആണ് ആദ്യമായിട്ട് മിഴി എന്നുള്ള ഒരു ക്യാരക്ടറിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് മൈൻഡിൽ വന്നത്. അപ്പൊ എന്തായാലും അതൊരു ലവ് സ്റ്റോറി ആയിരിക്കണമല്ലോ. കാരണം എന്തായാലും ഒരു എൻഗേജ്മെന്റ് ചെയ്യുന്ന ഒരു രീതിയിലോട്ട് ശരൺ മാറണമെങ്കിൽ ആ പെൺകുട്ടിയെ ശരൺ അത്ര ഡീപ്പായിട്ട് അറിയായിരിക്കണം. അത്രയ്ക്ക് വലിയൊരു കമ്മിറ്റ്മെന്റ് ആ പെൺകുട്ടിയോട് ശരൺ ഉണ്ടായിരിക്കണം. അതിഥീനെ ശരൺ സ്നേഹിച്ചത് ഒരിക്കലും ഒരു റാൻഡം ഡിസിഷൻ ഒന്നും അല്ല. ശരൺ വളരെ ഇഷ്ടത്തോടെ തന്നെയാണ് അതിഥീനെ സ്നേഹിച്ചിട്ടുള്ളത്. അപ്പൊ ആ സ്നേഹമൊക്കെ മാറ്റി നിർത്തി, ആ പ്രോമിസുകളൊക്കെ ബ്രേക്ക് ചെയ്ത് വേറൊരു പെൺകുട്ടിക്ക് പിറകെ ശരൺ പോകണമെങ്കിൽ ആ പെൺകുട്ടി എന്ന് പറയുന്നത് വേറെ ഒരു ടൈപ്പ് ഓഫ്, ലൈക്ക് എന്താ പറയാ, അത്രയ്ക്ക് ഡീപ്പായിട്ടുള്ള ഡെപ്ത് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആവണം എന്നുള്ളതായിരുന്നു ആദ്യം എൻ്റെ മൈൻഡിൽ വന്നിട്ടുള്ള ഒരു കാര്യം. അപ്പൊ മിഴി എന്നുള്ള പേര് എങ്ങനെ കിട്ടി എന്നുള്ളത് ഞാൻ ആദ്യം പറയാം. എൻ്റെ ഒരു കസിൻ ഉണ്ട്, മിന്നു. എൻ്റെ നരിയവ എന്നുള്ള ബുക്കിലൊക്കെ ഞാൻ അവളെ കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. അവള് പ്രഗ്നന്റ് ആയ സമയത്ത്, അവളൊരു 8 മന്ത് 9 മന്ത് പ്രഗ്നന്റ് ഒക്കെ ആവുന്ന സമയത്താണ് ഞാൻ ഈ ബുക്കിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടിക്ക് എന്ത് പേരിടാം എന്നുള്ളൊരു തോട്ടിൽ ഇങ്ങനെ പറഞ്ഞ സമയത്ത് അവളാണ് പറയുന്നത് മിഴിന്ന് ഇടാം എന്നുള്ളൊരു പേര്. അപ്പൊ ഇവാ മിഴി എന്നാണ് ബേബിയുടെ പേര്. അപ്പൊ ആ സമയത്ത് ആ മിഴി എന്നുള്ള പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ മിന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് മുതൽ എൻ്റെ ലൈഫിലുള്ള ഒരാളാണ്. സോ ഇപ്പൊ മിന്നുയുടെ ഒരു ബേബി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോ ആ കുട്ടിക്കുള്ള, ആ ബേബിക്കുള്ള ഒരു ഡെഡിക്കേഷൻ കൂടി ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ പേര് ഞാൻ ചൂസ് ചെയ്യുന്നത്. മിഴി ഇസ് എ വെരി ബ്യൂട്ടിഫുൾ നെയിം, വെരി സിമ്പിൾ. അതിഥിനെ പോലെ തന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ള നെയിമാണ്. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു പേരാണ്. അപ്പൊ മിഴി എന്നുള്ള പേര് ആദ്യം ഫിക്സ് ആയി. ശരണിന് ഇഷ്ടമുള്ള ഒരു കുട്ടി ആയിരിക്കണം മിഴി എന്നുള്ളത് ഓക്കെ ആയി. പക്ഷെ എങ്ങനെ ഈ സ്റ്റോറി എഴുതും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ശരണിനൊരു പെൺകുട്ടി ഉണ്ടാവണം, അവരായിട്ട് ഒരു റിലേഷൻഷിപ്പ് ആവണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിഥിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മിഴിയായിട്ട് ശരൺ ഉണ്ടാവണമെങ്കിൽ അതൊരിക്കലും ഒരു ചെറിയ കാലഘട്ടത്തിൽ ഒരു റിലേഷൻഷിപ്പ് ആവാൻ പാടില്ല. അതൊരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആവണം എന്നുള്ള ഒരു ഐഡിയയിലാണ് ശരണിന്റെ ചൈൽഡ്ഹുഡ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു കാര്യം ഫിക്സ് ആവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ആദ്യം എഴുതിയിട്ടുള്ളത് രാഹുലിന്റെ പാർട്ടാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശരണിന്റെയും മിഴിയുടെയും സ്റ്റോറി എഴുതാനുള്ള ഒരു ഐഡിയയിലോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് എഴുതിയിട്ടുള്ളതാണ് ശരണിന്റെയും മിഴിയുടെയും സ്റ്റോറി. അപ്പൊ ഇത് എഴുതുന്ന സമയത്ത് ഐ വാസ് ലൈക്ക്, എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എന്ത് കാര്യങ്ങൾ വെച്ച് ഇത് ഫില്ല് ചെയ്യും എന്നുള്ളത്. അപ്പൊ ഞാൻ മാരേജ് കഴിഞ്ഞ ഹസ്ബൻഡിന്റെ വീട്, അഗിയുടെ വീട് മുംബൈയാണ്. ഞാൻ മുംബൈക്ക് പോയി. അപ്പൊ അവിടെ ഇരുന്നിട്ടാണ് ഒരു സെക്കൻഡ് വീക്കൊക്കെ ആയപ്പോഴാണ് ഞാൻ ഈ ബുക്ക് എഴുതി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് എഴുതാനേ ഒക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ശരണിന്റെ സ്റ്റോറി എഴുതി വരുമ്പോൾ, ശരൺ നാട്ടിലോട്ട് ഓണം വെക്കേഷന് നാട്ടിലൊരു 12th പഠിക്കുന്ന സമയത്ത് വരുന്നത് മുതലുള്ള കഥ എഴുതുമ്പോൾ എനിക്കത് എങ്ങനെ ഫില്ല് ചെയ്യണം, എന്ത് എഴുതണം, മിഴിയൻ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ കിട്ടുന്നുണ്ടായില്ല. അപ്പൊ എനിക്കൊരു 1 വീക്ക് ഞാൻ അവിടുന്ന് ട്രൈ ചെയ്തു. എനിക്ക് ഒട്ടും വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അവിടുന്ന് അവരുടെ അടുത്ത്, അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു മാസം ഇങ്ങോട്ട് തിരിച്ച് നാട്ടിലോട്ട് വന്നിട്ട് നമ്മളിവിടെ ഒരു ഫ്ലാറ്റ് എടുത്തു. അപ്പൊ ഞാൻ ആ ഫ്ലാറ്റ് എടുത്ത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. മിഴിയുടെ ശരണിന്റെ സ്റ്റോറി എഴുതുന്ന സമയത്ത് ഐ വാസ് അലോൺ.
അപ്പൊ ആ ഒരു ഫീലിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഞാൻ എൻ്റെ ക്യാരക്ടേഴ്സിനെ ബിൽഡ് ചെയ്യാണ്, അവരുടെ സ്റ്റോറി ബിൽഡ് ചെയ്യാണ്. അപ്പൊ എനിക്കത് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്ന ഒരു ഫ്ലാറ്റിലാണ്, ഒരു റെന്റഡ് ഫ്ലാറ്റിലാണ്. അപ്പൊ അവരുടെ ടെറസ് എന്ന് പറഞ്ഞാൽ അത്ര കോസി ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെറസ് ഒന്നുമല്ല, കുറെ തുണിയൊക്കെ ആറിടും. പക്ഷെ അവിടെ ഒരു പ്ലേസ് ഉണ്ട്, ഒരു തയ്യൽ മെഷീൻ ഉണ്ട്, അതിന്റെ തൊട്ടടുത്ത് ഒരു ചെയറും 2 ചെയർസ് ഉണ്ട്. അപ്പൊ അവിടെ നല്ല കാറ്റാണ്, എപ്പോഴും നല്ല കാറ്റായിരിക്കും. ഒരു ഓപ്പൺ ടെറസ് ആണ്. അപ്പൊ ഞാന് എല്ലാ ദിവസവും രാവിലെ ചായയൊക്കെ കുടിച്ച് നേരെ ടെറസിൽ പോയിരിക്കും. എന്നിട്ട് ഒരു ഉച്ചവരെ എഴുതും. ലഞ്ച് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അത് കഴിച്ചിട്ട് വീണ്ടും പോയിരുന്ന് എഴുതും. അങ്ങനെ ഒരു മാസം കൊണ്ട് ഫിനിഷ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണ് അതിഥിയുടെ മിഴിയുടെ സ്റ്റോറി. ഓക്കെ. അപ്പൊ മിഴിയെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് മിഴി എങ്ങനെയായാലും അതിഥിയേക്കാളും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആവണം എന്നുള്ളതായിരുന്നു എന്റെ മൈൻഡിൽ ആദ്യം ഫിക്സ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ അതിഥി എന്ന് പറയുന്നത് അതിഥി സ്ട്രോങ് ആണ്, അതിഥി അടിപൊളിയാണ് എന്നിരുന്നാൽ പോലും അതിഥി എപ്പോഴും മറ്റൊരാളിൽ തന്നെ ഒരു വാലിഡേഷൻ സീക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു ശരൺ അതിഥിനെ കാണുന്ന സമയത്ത്. അതിഥി കുറച്ച് വീക്ക് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആളുകളെ പ്ലീസ് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചുകൊണ്ടൊക്കെ ഇരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ മിഴിയെ സംബന്ധിച്ച് മിഴിയെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് മിഴി ആക്ച്വലി ഭയങ്കര സൂപ്പർ ഇൻഡിപെൻഡന്റ് ആൻഡ് ഭയങ്കര സൂപ്പർ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ലൈക്ക് മിഴി ഷി ഡസന്റ് കെയർ. ലൈക്ക് മിഴിക്ക് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല, അവൾ ആരെയും കെയർ ഒന്നും ചെയ്യുന്നില്ല. അവള് ശരൺ മിഴിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം മിഴി ഭയങ്കര ലൈക്ക് എനിക്കൊന്നും ഒരു വിഷയമല്ല, ലൈക്ക് ആരെന്ത് പറഞ്ഞാലും പിന്നെ എനിക്കതൊന്നും വിഷയമല്ല എന്നുള്ളൊരു ക്യാരക്ടറാണ്. അവൾ ഒരിക്കലും ഒരു പീപ്പിൾ പ്ലീസർ ഒന്നും അല്ല. അവൾക്ക് ഒരാളുടെയും നല്ല കുട്ടി പട്ടം വേണ്ട. അവൾ അവളുടേതായിട്ടൊരു ലൈഫിൽ ഭയങ്കരമായിട്ട് ജീവിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പം ശരൺ അവളെ കാണുമ്പോൾ തന്നെ ഇവൾ എന്താണ് ഇങ്ങനെ എന്നാണ് ശരണിന്റെ മൈൻഡിൽ വരുന്നത്. അപ്പൊ മിഴി അതിഥിന്ന് ഭയങ്കര ഡിഫറെന്റ് ആണ്. മിഴിക്ക് എന്താ വേണ്ടതെന്ന് മിഴിക്ക് അറിയാം. അതേപോലെ മിഴി ഒരിക്കലും ഇപ്പൊ ശരൺ കുറെ കഴിഞ്ഞിട്ട് അവളെ കാണുന്ന സമയത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, ഇപ്പോ നാട്ടിലൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ, ഇലക്ഷൻ നിന്നൂടെയും ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട് അതിന് ഫേമസ് ആയാൽ മാത്രം പോരാ, നല്ല പേര് കൂടെ വേണം. അപ്പൊ മിഴിക്കറിയാം ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് ഞാൻ എന്നുള്ള കാര്യത്തില് താൻ ആരാണെന്ന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പെൺകുട്ടി, തനിക്ക് എന്താണ് വേണ്ടതെന്ന് അറിയുന്ന ഒരു പെൺകുട്ടി. പക്ഷെ അവള് ഭയങ്കര സ്ട്രോങ് ആണ്. എന്നാൽ നമ്മൾ ആരും അറിയാത്ത കുറെ ലെയേഴ്സ് ആ കുട്ടിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ കഥ എഴുതി വരുന്ന സമയത്ത് ഞാൻ ആലോചിച്ചത് മിഴിയും ശരണും റിലേഷൻഷിപ്പിലാവുന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാവരുത്, കുറച്ച് ഗ്രാജുവലി അത് ബിൽഡ് ചെയ്തെടുക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ശരൺ 1-2 തവണ വെക്കേഷന് വരുന്നതും ഇവർ തമ്മിലുള്ള ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ മിഴിയുടെ ക്യാരക്ടർ വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ അത് വായിക്കാം. ഒരു പേജിൽ ശരൺ തന്നെ മിഴിയെ കുറിച്ചിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കലും കണ്ണു നിറഞ്ഞു കാണാത്തതിനാൽ അവൾക്ക് വേദനയില്ലെന്ന് കരുതി. തനിയെ എല്ലാ ഭാരങ്ങളും പേറുന്നതിനാൽ അവൾക്കതിനുള്ള ശക്തി ഉണ്ടാവുമെന്ന് തോന്നി. പക്ഷെ അവൾ എല്ലാത്തിനെയും ഭയന്നിരുന്നു. അത് മറയ്ക്കാൻ സ്നേഹമില്ലായ്മയും കരുതലില്ലാതെയും തനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ അവൾ നടത്തിയ പോരാട്ടങ്ങൾ മാത്രമായിരുന്നു ഇത്രയും കാലത്തെ ജീവിതം. അപ്പോ ഇങ്ങനെയുള്ള കുറെ ആളുകൾ നമുക്കിടയിലുണ്ട്. അവർ പുറത്ത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. ലൈക്ക് എന്ത് കാര്യം വന്നാലും ഞാൻ ഏറ്റോളാം, അല്ലെങ്കിൽ നമുക്കിപ്പോ ഒരാൾ ഒരു കാര്യം പറയുന്ന സമയത്ത് അവർക്ക് കുഴപ്പമില്ല, അവരതൊരു എഫക്ട് ചെയ്യില്ല, അല്ലെങ്കിൽ അവരത് നോക്കിക്കോളും എന്ന് നമ്മൾ വിചാരിക്കുന്ന ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പുറത്ത് അവരുടെ വൾണറബിൾ സൈഡ് ഒരുപാട് ഷോ ചെയ്യാത്ത ഒരുപാട് ആളുകൾ നമുക്കിടയിൽ ഉണ്ടാവില്ലേ. ചിലപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ആവാം, നമ്മുടെ ഒരു കുടുംബത്തിലൊക്കെ വരികയാണെങ്കിൽ മൂത്ത കുട്ടികൾ പൊതുവെ അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. അതേപോലെ ചിലപ്പോൾ നമ്മുടെ അച്ഛനാവാം. ഇവരൊന്നും അധികം വൾണറബിൾ ആയിട്ട്, അല്ലെങ്കിൽ എനിക്കൊരു കാര്യം പറ്റില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊന്നും അവർ പറയില്ല. അവരെല്ലാം ഏറ്റെടുക്കും, എല്ലാം ചെയ്യും, പുറത്ത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അവരുടെ ഉള്ളിൽ ശരിക്കും എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് അവർ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകളോട് പോലും അവർ ഷെയർ ചെയ്യില്ല. പക്ഷെ അതിനർത്ഥം അവരെല്ലാം കൊണ്ടും ഓക്കെയാണ് എന്നല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഡീപ്പായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. പക്ഷെ അവർ സംവോർ അതർ വേ ദേ ആർ അഫ്രൈഡ് ടു ഷോ ദെയർ വൾണറബിൾ സൈഡ് ഔട്ട്സൈഡ് എന്നുണ്ട്. അപ്പൊ മിഴി അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിനെയാണ്, അങ്ങനെയുള്ള ആളുകളെയാണ് മിഴി ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ മിഴിയുടെ ഒരു പാസ്റ്റ് ഒക്കെ പറയുന്ന സമയത്ത് ആണ് ശരൺ ആക്ച്വലി റിയലൈസ് ചെയ്യുന്നത്, മിഴിക്ക് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടാണ് അവൾ ഇത്ര ബോൾഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ആൻഡ് സ്ട്രോങ് ആയിട്ട് പുറത്ത് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ. പിന്നെ മിഴിക്ക് ആരോടും ദേഷ്യമോ അല്ലെങ്കിൽ പകയോ വാശിയോ ഒന്നുമില്ല. മിഴി പെട്ടെന്ന് ഫോർഗീവ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ മിഴിയുടെ അമ്മയുടെ അടുത്താണെങ്കിൽ പോലും ഇത്രയും സ്റ്റോറി അറിഞ്ഞ ശേഷം മിഴി ഇസ് ലൈക്ക് ഓക്കെ, ഞാനത് ലെറ്റ് ഗോ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരാളാണ്. ഒരു ഗ്രഡ്ജ് കീപ്പ് ചെയ്യാത്ത ഒരു പേഴ്സൺ ആയിട്ടാണ് നമ്മൾ മിഴിനെ പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ ഈ കഥ കുറെ എഴുതി വന്ന സമയത്ത് മിഴിയുടെ ക്യാരക്ടറിൽ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ട്
കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ശരൺ ഒരിക്കലും അതിഥീൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, ലൈക്ക് ഞാൻ നിന്നെ സ്നേഹിച്ച പോലെ വേറെ ആരെയും സ്നേഹിച്ചിട്ടില്ല എന്ന് ശരൺ പറയുന്നുണ്ട്. അതുപോലെ ശരൺ അതിഥീനോട് ലാസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നുണ്ട്, ഞാൻ നിന്റെ അടുത്ത് ഒരിക്കലും കള്ളങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന്. ആക്ച്വലി ഇത് രണ്ടും സത്യമാണ്. കാരണം ശരൺ മിഴിയെ സ്നേഹിച്ചതിനേക്കാളും മിഴിയാണ് ശരണിനെ കുറെ സ്നേഹിക്കുന്നത് ഇവിടെ. ഇപ്പൊ നമ്മളിപ്പോഴും റിലേഷൻഷിപ്പിൽ പറയും ആൺപിള്ളേർ കുറെ എഫേർട്ട് ഇടണം, ആൺപിള്ളേരും ഡേറ്റിന് കൊണ്ടുപോകണം, ആൺപിള്ളേരായിരിക്കണം ഫ്ലവേഴ്സ് വാങ്ങിച്ചു കൊടുക്കണം, ഇങ്ങനെ കുറെ സ്റ്റീരിയോ ടൈപ്സ് ഒക്കെ നമുക്കുണ്ട്. പക്ഷെ മിഴി എന്നുള്ള ക്യാരക്ടർ ഈ സ്റ്റീരിയോ ടൈപ്സ് എല്ലാം ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ശരണിന്റെ അടുത്ത് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടുന്നത്, ശരണിനെ സൂക്ഷിച്ച് ശരൺ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന് നോക്കി നോക്കി ശരണിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്, ശരണിന്റെ ബർത്ത്ഡേക്ക് ശരൺ ഒരു ഗിറ്റാർ വാങ്ങിച്ചു കൊടുക്കുന്നത്, ആൻഡ് അറ്റ് ദി എൻഡ് ശരണിനെ പ്രപ്പോസ് ചെയ്യുന്നത് വരെ മിഴിയാണ്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഒരു എഫേർട്ട് വരേണ്ടത് എപ്പോഴും അല്ലെങ്കിൽ ഒരു ആണിന്റെ സൈഡിൽ നിന്നാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ബ്രേക്ക് ചെയ്തുകൊണ്ട് അതിനൊക്കെ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ഒരു പെൺകുട്ടിയാണ് മിഴി. അപ്പൊ ടു ബി ഫ്രാങ്ക്, ഞാൻ ആ കഥ എഴുതുന്ന സമയത്ത് ഞാനും അങ്ങനെ തന്നെ അത് പ്ലേസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ശരൺ ഒരിക്കലും അതിഥിനെ സ്നേഹിച്ച അത്ര മിഴിനെ സ്നേഹിക്കുന്നില്ല. മിഴിയുടെ സ്നേഹത്തിലാണ് ശരൺ ജീവിക്കുന്നത്. പക്ഷെ മിഴി സ്നേഹിച്ച പോലെ ശരണിനെ വരെ ആരും സ്നേഹിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം. കാരണം ഇപ്പൊ ഏത് റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുകയാണെങ്കിലും അവിടെ രണ്ടുപേര് ഉണ്ടെങ്കിൽ പോലും അതിൽ ഒരാളുടെ സ്നേഹം ഒരു പടി മുന്നിൽ നിൽക്കും. അതിപ്പോ വേറൊരാളുടെ സ്നേഹത്തിന് കുറവുണ്ടെന്നല്ല, ബട്ട് അങ്ങനെയാണ് എല്ലാ റിലേഷൻഷിപ്പും വർക്ക് ആവുക. അപ്പൊ ശരണിന്റെയും മിഴിയുടെയും കേസിൽ വരുന്ന സമയത്ത് മിഴി ആണ് ശരണിനെ സ്നേഹിക്കുന്നത്, മിഴിയാണ് ശരണിനെ കൊണ്ട് നടക്കുന്നത്. സംവേർ മിഴി തന്നെയാണ് അവളുടെ ഇഷ്ടം ആദ്യമായിട്ട് ശരണിനോട് എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മിഴിനെ ഞാൻ എഴുതി കഴിഞ്ഞ് കുറെ കഴിഞ്ഞ ശേഷം അതിഥിയും മിഴിയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടല്ലോ ലാസ്റ്റ്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ മിഴിയെ നോക്കുകയാണെങ്കിൽ മിഴി ഭയങ്കര കാമാണ്, മിഴി ഭയങ്കര കൂളാണ്. മിഴി അങ്ങനെ ഒന്നാമത് അതിഥിയുടെ കാര്യം മിഴിക്ക് അറിയില്ല, പക്ഷെ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് അറിഞ്ഞാൽ പോലും മിഴി അതുമായിട്ട് അങ്ങനെ ഒരുപാട് റിയാക്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടിയല്ല. മിഴി ഒരു എന്താ പറയുക ഗേൾ ടു ഗേൾ കൈൻഡ് ഓഫ് പെൺകുട്ടി ആയിട്ടാണ് മിഴിനെ മൊത്തം ആ ബുക്കിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഈ ബുക്ക് വായിച്ച ശേഷം എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, മിഴി ഡിസേർവ്സ് ശരൺ എന്നുള്ളത്. അത് ഫാക്റ്റ് ആണ്. കാരണം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യും, അതിഥി വളരെ വൾണറബിൾ ആയിട്ടിരിക്കുന്ന ഒരു ഫേസിൽ അതിഥിക്ക് അതിഥി എന്താണെന്ന് പോലും അതിഥി റിയലൈസ് ചെയ്യാത്തൊരു മൊമെന്റിൽ ഒരു മൊമെന്ററി ആയിട്ട് എടുക്കുന്ന ഒരു ഡിസിഷനാണ് ശരൺ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അത് ശരിക്കുള്ള ലവ് അല്ല എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് അറ്റ് ദി സെയിം ടൈം ലൈക്ക് അതിഥി എന്താണെന്ന് അതിഥിക്ക് അറിയില്ല, അതിഥിക്ക് എന്താണ് ലൈഫിൽ വേണ്ടതെന്ന് അതിഥിക്ക് അറിയില്ല. അതിഥിനെ കണ്ടെത്താത്തൊരു സമയത്താണ് ശരണായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനോട് അതിഥി എത്തിപ്പെടുന്നത്. പക്ഷെ മിഴിയുടെ കേസിൽ വരുവാണെങ്കിൽ മിഴി വളരെ സോർട്ടഡ് ആണ്. മിഴിക്ക് ചൈൽഡ്ഹുഡ് മുതലേ മിഴിക്ക് ശരണിനെ അറിയാം, ആൻഡ് മിഴിക്ക് അറിയാം എനിക്ക് ഈ ഒരു പേഴ്സണിന്റെ ലൈഫിൽ വേണം എന്നുള്ള കാര്യം. അവള് വളരെ മിഴിക്ക് ഇപ്പൊ ശരൺ ഇല്ലെങ്കിലും മിഴി ഓക്കെയാണ്. മിഴി ഈസ് ലൈക്ക് വെരി ഇൻഡിപെൻഡന്റ്, മിഴിക്ക് അങ്ങനെ ഒരാൾ വേണമെന്നില്ല. പക്ഷെ എന്നാലും അവൾക്ക് ശരണിനെ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തിന്റെ പേരിൽ അവൾ എടുക്കുന്ന ഒരു ചോയ്സ് ആണ് ശരൺ എന്ന് പറയുന്നത്. അപ്പം മേ ബി അതിഥി ആ സമയത്ത് അതിഥിക്ക് വേറെ ചോയ്സസ് ഉണ്ടായിരുന്നില്ല. അപ്പോ മിഴിയുടെ ലവ് ശരണിനോടുള്ളത് എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു ഇൻഫാക്ച്വേഷനോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു കാര്യമല്ല. എനിക്ക് ആരില്ലെങ്കിലും ഞാൻ ജീവിക്കും, എന്നിരുന്നാലും എനിക്ക് ഇവൻ ഉണ്ടാവണം എന്ന് തോന്നുന്നൊരു തോന്നലുണ്ടല്ലോ, അത് ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ഒരു ഡിഫറെന്റ് ഉണ്ടായിട്ടുള്ള വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കും പേഴ്സണലി ഇപ്പം അതിഥി ഈസ് ഫൈൻ, ലൈക്ക് അതിഥി ഈസ് ഓക്കെ, അതിഥിക്ക് ആരില്ലെങ്കിൽ അതിഥി ഓക്കെ ആണ്. പക്ഷെ മിഴിയുടെ ഒരു സ്റ്റോറി നിങ്ങൾ വായിച്ചു വരുന്ന സമയത്ത് എല്ലാവരും ഉള്ളൊരു ഫീൽ ഉണ്ടാവും, ലൈക്ക് ഓക്കെ മിഴിക്ക് ശരൺ തന്നെ വേണം, അല്ലെങ്കിൽ ശരണും മിഴിയും ഒന്നിക്കണം എന്ന് അതിഥിനും ശരണിനെയും വേണം എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ പറയുന്നൊരു രീതിയിലോട്ട് ഇത് എഴുതിയെടുക്കുക എന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മിഴിയുടെ സ്റ്റോറി വരുന്നത്. അപ്പൊ മിഴി എന്നുള്ള ക്യാരക്ടർ ഞാൻ എൻ്റെ ബുക്കിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു പാർട്ടാണ് ശരണിന്റെയും മിഴിയുടെ ലവ് സ്റ്റോറി. അതിൽ ഈച്ച് ആൻഡ് എവറി സീൻ എഴുതുന്ന സമയത്തും ഐ ലിറ്ററലി എൻജോയ്ഡ് ഇട്ട്. ഞാൻ അതിൽ ഒരു ഡയലോഗ് പറയുന്ന സമയത്താണെങ്കിലും ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും എസ്പെഷ്യലി മിഴിയുടെയും ശരണിന്റെ ഒരു പ്രപ്പോസൽ സീൻ എഴുതുമ്പോൾ ആണെങ്കിലും ഇവള് ഗിറ്റാർ വായിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ആസ്തറ്റിക് ആയിട്ടുള്ള ഒരു മ്യൂസിക് ഷോപ്പിൽ പോകുന്ന സമയത്ത് അതിൽ എഴുതിയിട്ടുള്ള സീനുണ്ട്, സൈഡിൽ ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് മിഴി ഗിറ്റാറിലോട്ട് തൊട്ട് നോക്കുമ്പോൾ അവളുടെ ഹെയർ ഇങ്ങനെ ജസ്റ്റ് കാറ്റിൽ പോകുന്നുണ്ടായിരുന്നു, അവളുടെ ഒരു വൈറ്റ് കുർത്ത അവൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ശരൺ ദൂരെ എന്നത് നോക്കി കാണുന്നുള്ള സീനൊക്കെ ഞാൻ
അത്ര എൻജോയ് ചെയ്തിട്ട് ആക്ച്വലി എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇവരുടെ ഒരു സ്റ്റോറി എഴുതി കഴിഞ്ഞ സമയത്ത്. കാരണം സച്ച് ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി അല്ലേ. അപ്പൊ എനിക്ക് ആ സ്റ്റോറി ഭയങ്കര പേഴ്സണലാണ്. ഐ ആം സോ ഹാപ്പി ദാറ്റ് നിങ്ങൾ ഈ ബുക്ക് വായിക്കുന്ന സമയത്ത് അതിഥിയും മിഴിയും ഒരേ ക്യാരക്ടർ അല്ലാതെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് തോന്നി എന്നുള്ളതിൽ. അതേപോലെ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു, അതിഥി എന്ന് പറയുന്നത് അത്ര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആവുന്ന സമയത്ത് അതിനെ വെല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനോട് കട്ടയ്ക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടീനെ കൂടെ നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ആളുകൾ എങ്ങനെ അതിനെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അതിഥിയെ പോലെ തന്നെ ചില ആളുകൾക്ക് അതിഥിയേക്കാൾ ഏറെ മിഴിനെ ഇഷ്ടമായി എന്ന് പറയുന്നത് അതെനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെയാണ് കഥകൾ ഉണ്ടാവുന്നതെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. കാരണം ഞാൻ ഒരിക്കലും ഒരു ബുക്ക് എഴുതാനിരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരിക്കലും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ആയി തീരണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല. നമ്മൾ എഴുതുന്ന സമയത്ത് സംവേർ കഥകൾ നമ്മുടെ അടുത്തേക്ക് വരുവാണ്. ഇപ്പൊ മിഴിയുടെയും ശരണിന്റെ എല്ലാ സീൻസും ഞാനിങ്ങനെ എഴുതാനിരിക്കുമ്പോൾ അടുത്തതിന്റെ എഴുതും ആലോചിച്ച് എഴുതുന്നതാണ്. ഒരിക്കലും പ്ലാൻഡ് ആയിട്ട് പോയിട്ട് എഴുതുന്ന ഒരു സ്റ്റോറി ആയിരുന്നില്ല ഈ രണ്ട് കഥകളും. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ലൈക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേൾഡിലോട്ട് നിങ്ങളെ പറിച്ചു നടാൻ ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെ അവരുടെ ലവ് സ്റ്റോറി എനിക്കും പറ്റിയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ മാറാട് കലാപത്തെ കുറിച്ച് റെഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ചുമ്മാ ഒരു റൊമാൻറ്റിക് ലവ് സ്റ്റോറി പറയുന്നതിനൊപ്പം സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൂടി നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഒരു ലൈറ്റ് റീഡ് മാത്രമല്ലാതെ ആളുകളെ വായിച്ച് ആളുകളെ രസിക്കുന്നതോടൊപ്പം ചിന്തിക്കുക കൂടി ചെയ്യണം എന്നുള്ള ഒരു ആസ്പെക്റ്റിലാണ് മിയുടെ ഫാദറിന്റെ സലീമിന്റെയും പാർവതിയുടെയും ഒരു ലവ് സ്റ്റോറി കൂടി ആഡ് ചെയ്യുന്നത്. ഹോപ്പ് യു ഗൈസ് ഹാവ് എൻജോയ്ഡ് ഇറ്റ്. അപ്പൊ ഇതൊക്കെയാണ് മിഴിയുടെ സ്റ്റോറി. ഇങ്ങനെയാണ് ഞാൻ മിഴി എന്നുള്ള ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്തത്. അപ്പം അതിഥിയെ പോലെ തന്നെ നിങ്ങൾ മിഴിനെ സ്വീകരിച്ചു എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ രാഹുലിനെ കുറിച്ച് പറയാം. കാരണം ശരൺ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരുപാട് പേര് ഒരേ സമയം ഇഷ്ടപ്പെടുകയും വെറുക്കുകയും ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ശരണിന്റെ പല ഡിസിഷനെയും പലരും ഇപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്കത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൺവിൻസിങ് ആവുന്ന രീതിയിൽ പറയണമെന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ഈ പറയുന്ന വീഡിയോസിനൊന്നും ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല. മേ ബി ഷെറിന്റെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ചുകൂടെ സൂക്ഷിച്ചും കണ്ടും ഞാൻ ആ വീഡിയോ ചെയ്യാം. കാരണം അത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്, കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഐ ടോക്ക് അബൌട്ട് രാഹുൽ ഇൻ നെക്സ്റ്റ് വീഡിയോ. കാരണം രാഹുൽ എന്ന് പറയുന്നത് ഒരു സർപ്രൈസ് എലമെന്റ് ആയിരുന്നു. ഫസ്റ്റ് പാർട്ട് വായിച്ച ഒരാൾ പോലും രാഹുലിനെ നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. അപ്പൊ എങ്ങനെയാണ് ഞാൻ രാഹുലിന്റെ ഒരു സ്റ്റോറി ആഡ് ചെയ്തത്, ലൈക്ക് എങ്ങനെയാണ് പാരലൽ ആയിട്ട് ശരണിന്റെ അതിഥിയുടെ ഒരു ലവ് സ്റ്റോറി പോകുന്ന സമയത്ത് പാരലൽ ആയിട്ട് രാഹുലിന്റെ ഒരു സ്റ്റോറി കൂടെ കൊടുക്കാം എന്നുള്ള ഒരു ഐഡിയ എങ്ങനെ വന്നു എന്നുള്ളത്. ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്നുള്ള ബുക്ക് ഉണ്ടാവാൻ തന്നെ കാരണം രാഹുലാണ്. അപ്പൊ ആ സ്റ്റോറിനെ കുറിച്ചിട്ട് ആൻഡ് ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് വായനക്കാർ, ഞാൻ ലൈക്ക് വളരെ അവിചാരിതമായിട്ട് റോഡിൽ വെച്ചിട്ട് മീറ്റ് ചെയ്ത കുറെ റീഡേഴ്സ് ആണ് ആക്ച്വലി സെക്കൻഡ് പാർട്ട് എഴുതണം എന്നുള്ള ഒരു കാര്യത്തിന് എനിക്കൊരു എന്താ പറയാ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആയത്. അപ്പൊ ഞാൻ അവരെ കുറിച്ചും പറയാം ആൻഡ് രാഹുൽ എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരു ക്യാരക്ടറിനെ കുറിച്ചും പറയാം. സോ നെക്സ്റ്റ് വീഡിയോ കൂടി നിങ്ങൾ കാണുമെന്ന് വിചാരിക്കുന്നു. രാഹുലും ശരണും കൂടി എന്നെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. ആൻഡ് ഇഫ് യു ഗൈസ് ലൈക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ പറയണം എന്ന്, ഈ ബുക്കിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ കുറിച്ച് പറയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നോട്ട് ഓൺലി ക്യാരക്ടർ, ഏതെങ്കിലും ഒരു സീനിനെ കുറിച്ച് അല്ലെങ്കിൽ ഏതൊരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഒന്നുകിൽ നിങ്ങൾക്ക് DM ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, ബൈ.